അങ്ങനെ ദ മോസ്റ്റ് പ്രഷ്യസ് കണ്ടസ്റ്റൻറ്റ് ഓഫ് ബിഗ് ബോസ് സീസൺ 7 ആദില സംസാരിക്കുകയാണ്. ആദില ചേച്ചി ഇച്ചിരി സുപ്പീരിയറാണ്. ആദില ചേച്ചിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ചൊറിയണത് വലിയ ഇഷ്ടമാണ്. ആദില ചേച്ചി ഇഷ്ടമുള്ള ആൾക്കാർ ഉപദ്രവിക്കും. അനീഷിനെ ഉപദ്രവിക്കണ പോലെ ഉപദ്രവിക്കും. ഇടയ്ക്ക് തല്ലൊക്കെ കൊടുക്കും. നൂറ എങ്ങനെ തല്ല് കിട്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ളത് എന്തോ ആരും ചോദിച്ചില്ല. നൂറ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നു. പെട്ടുപോയില്ലേ എന്ന് നൂറ പറഞ്ഞു. ആ പെട്ടുപോയതിനെ വേറെ ഒരു രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേയധികം ആളുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഭാര്യയോട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കോമഡിയൊക്കെ അടിക്കാറുണ്ട്. അതൊക്കെ വിട്ടുകൾ, അത് വേറെ കാര്യം. പക്ഷേ ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 57 റിവ്യൂ ആണ്. റിവ്യൂ ഇത്തിരി വൈകി, കാരണങ്ങൾ ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. റിവ്യൂ ഇത്തിരി വൈകിയെന്നുണ്ടെങ്കിലും രാവിലത്തെ ലൈവിലെ ചില ഭാഗങ്ങളൊക്കെ കണ്ട സമയത്ത് ഇന്നലെ ഞാൻ ചിന്തിച്ച് വെച്ചിരുന്നതിൽ നിന്ന് ചെറിയ രീതിയിൽ ചില മാറ്റങ്ങളൊക്കെ എൻ്റെ ചിന്തയിൽ വന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 2 ആളുകൾ പുറത്തേക്ക് പോയി. ആരാണ്? അഭിലാഷും ജിഷിനും. ജിഷിന് ഗംഭീര വരവേൽപ്പൊക്കെ പുറത്ത് ലഭിച്ചു. ജിഷിൻ ഒരു അൺഫെയർ എവിക്ഷനാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടാൽ പോരായിരുന്നു, എന്തിനാണ് ജിഷിനെയും അഭിലാഷിനെയും കൂടെ പറഞ്ഞു വിട്ടത് എന്ന് പല ആളുകളും ചോദിക്കുന്നു. എന്നാൽ അഭിലാഷിൻ്റെ എവിക്ഷനിൽ പല ആളുകൾക്കും പരാതിയൊന്നും ഞാൻ അധികമായിട്ട് കണ്ടില്ല. ഈ ജിഷിൻ എങ്ങനെയാണ് ഒരു മികച്ച ഗെയിമറായിട്ട് മാറിയത് എന്നുള്ളത് നമുക്കറിയാം. ജിഷിൻ ഒരു മികച്ച ഗെയിമറായിട്ട് മാറുകയല്ല ചെയ്തത്, അദ്ദേഹം ഒരു മികച്ച പേഴ്സണാലിറ്റി ആയിട്ട് 2 ആഴ്ചയായിട്ട് ഹൗസിൽ ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ വന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആളുകൾ ഇഷ്ടപ്പെടാനായിട്ടുള്ള ഒരു റീസണായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള ഗെയിം പ്ലാനുകളൊന്നും ജിഷിന് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു അൺഫെയർ എവിക്ഷൻ ആണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു എവിക്ഷനെ അൺഫെയർ ആയിട്ട് വിലയിരുത്തുന്നത്? ബാക്കി അവിടെ നിൽക്കുന്ന ആളുകളോടുള്ള, അവരുടെ ഗെയിമിനോടുള്ള നമ്മുടെ എതിർപ്പുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. അപ്പോൾ അക്ബർ പറഞ്ഞതുപോലെ, ഒനിലൊക്കെ പറഞ്ഞതുപോലെ, ലക്ഷ്മി, ആദില, നൂറ, പിന്നെ സാബുമാൻ ഒക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് അഭിലാഷ് പോയി എന്നുള്ളതാണ്. ഈ സീസണിലെ ഗെയിമിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഞാനിങ്ങനെ പറയുമ്പോഴത്തേനും ഞാനൊരു വലിയ ആഗ്രഹമീനാണ് ഈ കാര്യത്തിലെന്ന് വിചാരിക്കരുത്. എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറയാം. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ യോജിക്കുക. അനീഷ് ഈ എപ്പിസോഡിൻ്റെ അവസാനം ലാലേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനങ്ങനെ പഠിച്ചിട്ട് വരികയാണെങ്കിൽ പോലും, അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് വരികയാണെങ്കിൽ പോലും അതിനനുസരിച്ചിട്ട് ഇവിടെയുള്ള ആളുകൾ പെരുമാറണ്ടേ? അപ്പോൾ അങ്ങനെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്ട്രാറ്റജി കൊണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും അനീഷ് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഓരോ സീസണിലെയും ഓരോ ഗെയിമാണ്. ഇപ്പോൾ ഇവിടേക്ക് വന്ന സമയത്ത് ആളുകളുടെ സ്വഭാവം, കോമൺ ആയിട്ടുള്ള സ്വഭാവങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചേർന്നിട്ട് അവരൊരു ഗെയിം അങ്ങ് ഫോം ചെയ്തു. ഈ സർവൈവലാണല്ലോ, ഈ ഗെയിം ഒരു സർവൈവലാണ്. അപ്പോൾ പാർട്ട് ഓഫ് സർവൈവിൽ ഇവരിങ്ങനെ നിലനിന്ന് പോകാൻ വേണ്ടി ആ ഒരു ഗെയിമിൻ്റെ ഭാഗമാവും. അപ്പോൾ ഈ സീസണിലെ ഗെയിം എന്താണ്? വളരെ പേഴ്സണലായിട്ടുള്ള അറ്റാക്കുകളാണ്. പ്രത്യാരോപണങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ലവ് ട്രാക്ക് ആരോപിക്കാനായിട്ട് പറ്റുമോ, പുതപ്പ്, കണ്ടതെന്താണ്, സംസ്കാരം, അതേപോലെ തന്നെ ജെൻഡർ കാർഡുകൾ, അങ്ങനെയുള്ള കുറേയധികം സംഗതികളാണ്. എന്ന് പറഞ്ഞാൽ വളരെ പേഴ്സണലായിട്ടുള്ള ഒരാളുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള കുറേയധികം പ്രത്യാരോപണങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ഈവൻ അനീഷിനെ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അനീഷിൻ്റെ ഗെയിം കൊണ്ടൊന്നുമല്ല. അനീഷിൻ്റെ ഗെയിമൊന്നും അത്ര ഇമ്പ്രസീവ് ആയിട്ടുള്ള ഗെയിമൊന്നുമല്ല, പേഴ്സണാലിറ്റി കൊണ്ടാണ്. ഈ സീസണിൽ കംപ്ലീറ്റ്ലി പേഴ്സണാലിറ്റിയാണ്. പേഴ്സണാലിറ്റി അറ്റാക്കുകൾ, അതേപോലെ തന്നെ ആരുടെ പേഴ്സണാലിറ്റിയാണ് ഏറ്റവും ബെറ്റർ, അവരുടെ സ്വഭാവം എത്ര നല്ലതാണ് എന്നുള്ളത് മാത്രമേ ഇതിനകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു സംഗതിയില്ല. ആളുകൾക്ക് ജിഷിൻ ഒരു അൺഫെയർ എവിക്ഷൻ ആവുന്നതും അഭിലാഷിന് ഹൗസിന് പുറത്തേക്ക് പോവേണ്ടി വന്നതും ഒക്കെ ഇതേ റീസൺ കൊണ്ടാണ്. എങ്ങനെയാണ് പെട്ടെന്ന് ജിഷിൻ ഒരു മികച്ച ഗെയിമറായിട്ട് മാറുന്നത്, നല്ലൊരു മനുഷ്യനായിട്ട് മാറുന്നത്? ലാസ്റ്റ് വീക്കിൽ അനിമോളുടെ കൂടെ നിന്ന് ഗെയിം കളിച്ച സമയത്ത് അനിമോൾക്കെതിരെ സംസാരിച്ചു. അതേപോലെ തന്നെ ജിഷിൻ ആ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് നോക്കിക്കണ്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ജിഷിനെ ഇങ്ങനെ വിലയിരുത്തുന്നത്. അപ്പോൾ അഭിലാഷിന് പറ്റിയ എന്താണ്? അഭിലാഷിന് ഏതെങ്കിലും ഒരു മോശം പേഴ്സണാലിറ്റി ഉള്ള ഒരാൾക്കെതിരെ ഡയറക്റ്റ് ഇറങ്ങി ഗെയിം കളിക്കാനായിട്ട് പറ്റിയില്ല. അഭിലാഷിനെ നമ്മൾ മുൻപിലേക്ക് ഇങ്ങനെ തന്നിട്ട് അഭിലാഷിനെ കണ്ടിട്ട് നമ്മൾ അഭിലാഷിൻ്റെ ഫാൻ ആവാൻ വേണ്ടിയുള്ള എലമെൻ്റ് ഇട്ട് തന്നുമില്ല. അഭിലാഷ് ഇങ്ങനെ മാറിയും തിരിഞ്ഞ് ഓരോ ആളുകളിലേക്ക് കൂടെ ഇരുന്നിട്ട്, ഒനിയലിലേക്ക് കൂടെ ഇരുന്നിട്ട് മറ്റാളുകളെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തി അവരുടെ ഗെയിം താഴെ പോകുന്നതിലുള്ള വേദനയെക്കുറിച്ചിട്ട് ആളുകളോട് പങ്കുവച്ചു എന്നുള്ളതല്ലാതെ അഭിലാഷ് അതിനകത്ത് വലിയ കാര്യമായിട്ട് ചെയ്തില്ല. ഒനിയലിനെ പറയാത്ത എന്താണ്? ശരിക്കും അഭിലാഷിനേക്കാളും മുന്നേ പോകേണ്ട ഒരു വ്യക്തിയാണ് ഒനിയൽ. അല്ലാതെ ഒനിയലിന് അങ്ങനെ എനിക്ക് വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഒനിയൽ ഈസ് ജസ്റ്റ് ഒനിയൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി. നല്ല രീതിയിൽ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അത്യാവശ്യം പൊളിറ്റിക്കലി റൈറ്റായിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരാൾ, വിലയിരുത്തുന്ന ഒരാൾ എന്നുള്ളതല്ലാതെ ഒനിയലിനൊരു ഗെയിം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒനിയൽ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സീസണാണ്. അതിനകത്ത് നമ്മളിങ്ങനെ മുന്നേ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് അനുസരിച്ചിട്ട് ഗെയിം ഡിസ്കസ് ചെയ്ത് ഇന്ന ആളുകൾ ഇന്ന സ്ട്രാറ്റജിയാണ് ഉപയോഗിക്കുന്നത്, ഇന്ന ട്രാക്കാണെന്നൊന്നും പറഞ്ഞിട്ട് പോകാനായിട്ട് പറ്റത്തൊന്നുമില്ല. ഇപ്പോൾ ആരിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ഓക്കെ,
ആ ഒരു പോയിന്റ് ആലോചിച്ച് നോക്കി. ആര്യനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? ആര്യൻ ഒരു നല്ല ഗെയിമറാണ് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആര്യൻ ബുദ്ധിപരമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആര്യനെ ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും നോമിനേഷൻസോ പ്രഡിക്ഷൻസോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ഒന്ന് ശ്രദ്ധിച്ചറിയാം. നോമിനേഷൻസ് കുറച്ചൊക്കെ ശരിയാകാറുണ്ട് എന്നുണ്ടെങ്കിലും പ്രഡിക്ഷൻസ്, ഇപ്പോൾ അവിടെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ള പ്രഡിക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആര്യൻ ഓക്കെ എന്ന് പറയുന്ന അല്ലെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ അങ്ങ് കംപ്ലീറ്റ്ലി വിട്ടേക്കണം. കാരണം അത് റോങ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു മച്ചാനാണ് ആര്യൻ. പക്ഷേ ആര്യൻ എന്തുകൊണ്ടാണ് ആളുകളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത്? ആര്യൻ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ ഉറച്ചു നിൽക്കുന്നു. ജിസേലുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെയൊക്കെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ നമ്മുടെ മുൻപിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ മാത്രമാണ് നമുക്ക് ആര്യൻ ഒരു മികച്ച ഗെയിമറായിട്ടൊക്കെ ഇപ്പോൾ തോന്നുന്നത്. ആര്യനെ നമുക്ക് ഈസി ആയിട്ട് കഴിഞ്ഞ 2 സീസണിലെ കണ്ടസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റും. അവരുടെ ഒരു ബെറ്റർ വേർഷനാണ് ശരിക്കും പറഞ്ഞാൽ ആര്യൻ. ഗബ്രി അതേപോലെ തന്നെ സാഗർ, അവരുടെയൊക്കെ ഒരു ഗെയിമുമായിട്ട് ആര്യൻ്റെ ഗെയിമിന് വലിയ സാമ്യതയുണ്ട്. ഞാൻ ആര്യൻ പുറത്തു പോകുമെന്ന് ഇടയ്ക്ക് വിചാരിച്ചിരുന്നു. കാരണം സാഗർ ഇങ്ങനെയുള്ള ഒരു കളി കളിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സമയത്ത് പുറത്തേക്ക് പോയത് നമുക്കറിയാവുന്നതാണ്, ഗെയിം കണ്ട ആളുകൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സീസണിലെ ഒരു ഗെയിം പോകുന്നത്. എപ്പിസോഡ് 57 റിവ്യൂയിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇന്ന് ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും വീട്ടുകാർ ഹൗസിലേക്ക് വരുന്നുണ്ട്. രാവിലെ കിച്ചണിൽ ഒരു അലമ്പുണ്ടായിരുന്നു. പിന്നീട് നേതൃത്വത്തിലുള്ള കിച്ചൺ ടീം വൻ പരാജയമാണ്. ഈ സീസണിൽ അങ്ങനെ ഒരു രീതി കൂടി ഫോമായി വന്നിട്ടുണ്ട്. ഭക്ഷണത്തിനോ അല്ലെങ്കിൽ ഡ്യൂട്ടികൾക്കോ ഒന്നും കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യമില്ല. ഇവരിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അവരെ തന്നെ ഇങ്ങനെ നമ്മളുടെ മുൻപിലേക്ക് അവരുടെ ഓരോ ക്യാരക്ടറുകളൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഒരു ടീം വർക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഭവമില്ല. ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല ഒരു കാര്യത്തോടും. ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡുകളിലടക്കം ലിവിങ് ഏരിയയിലേക്ക് ലേറ്റായിട്ട് വരുന്ന നിവിൻ അടക്കം ഒരു വലിയ എക്സാമ്പിളാണ്. അല്ലെങ്കിൽ അവിടെ കെയർലെസ് ആയിട്ട് സംസാരിക്കുന്ന കണ്ടസ്റ്റൻസ്. ഇപ്പോൾ ലാലേട്ടൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പോലും അവരിങ്ങനെ ഒരു മടിയില്ലാതെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇതെൻ്റെ സ്പേസാണ്, ഇവിടെ കയറി സംസാരിക്കരുത് എന്നൊക്കെ അവിടെ നിന്ന് ലാലേട്ടൻ്റെ സാന്നിധ്യത്തിലാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ ലാലേട്ടനാണ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് ഇവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഈ ഹൗസ് ഡ്യൂട്ടീസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. ആരും ചോദിക്കാനും പറയാനും ഇല്ല, ഇത് ഞങ്ങളുടെ ഒരു ഇടമാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് അവിടെ പോകുന്നത്. അനീഷൊക്കെ ആണെങ്കിൽ അവിടെ ജീവിച്ച് അവിടുത്തെ ഒരു നാഥനായിട്ട് മാറി എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. അത് കോമൺ ആയിട്ടുള്ള കാര്യം. ഫാമിലി വരുന്നത് ഒരു ടാസ്കിലൂടെയാണ് കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞവണ്ണം മറ്റേ അഖിൽമാരാരുടെ കുട്ടികൾ വന്ന സമയത്ത് ഉണ്ടായിരുന്ന തരത്തിലേക്കുള്ള റീലുകളൊന്നും ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തില്ല എന്ന് തോന്നുന്നു. കാരണം ഈ ഡോർ തുറന്ന് വരുന്ന ആ ഒരു സംഭവം അവർക്ക് മിസ്സാവും. എപ്പിസോഡ് 57 പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷൻ ആദിലയ്ക്ക് എന്തുകൊണ്ട് ആങ്കർ മാനേജ് ചെയ്യാനായിട്ട് പറ്റണില്ല എന്നുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ ആയിരുന്നു ഡീൽ ചെയ്യേണ്ടത്. എനിക്ക് ആദിലയോട് കുറച്ചും കൂടെ പരുഷമായിട്ടുള്ള രീതിയിൽ ചില ചോദ്യങ്ങളൊക്കെ ലാലേട്ടൻ ചോദിക്കണമെന്ന് തോന്നിയിരുന്നു. കാരണം അത്ര മോശമായിട്ടുള്ള പെരുമാറ്റമാണ് ആദിലയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇനിയിപ്പോൾ ആരും പറഞ്ഞതുപോലെ തന്നെ അത് ഫണ്ണാണോ അല്ലെങ്കിൽ അതൊക്കെ സ്നേഹപ്രകടനമാണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല എന്നിട്ടായിരിക്കാം. പക്ഷേ എനിക്ക് അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്കത് വളരെ മോശമായിട്ട് തോന്നി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ വ്യക്തികളെയും അവരുടെ സ്വഭാവങ്ങളെയൊക്കെയാണ് ഈ സീസണിൽ പ്രധാനപ്പെട്ടതായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആര് പാവം, ആര് മോശക്കാരൻ എന്നുള്ള രീതിയിലൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ആദിലയും നൂറയും ഷാനവാസും കൂടി ഇട്ടിട്ട് ആ പാവം ചങ്ങായി അനീഷിനെ ഇട്ട് പാവയെപ്പോലെ തട്ടിക്കളിക്കുകയാണ്. ഈ തട്ടി കളിക്കുന്ന അനീഷിൻ്റെ അടുത്ത് തട്ടിക്കയറി അയാളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് പോലെ നമ്മളിതിനെ നോക്കിക്കാണുന്നതുകൊണ്ടാണ് ശരിക്കും ആദിലയോട് ഈ ഒരു ദേഷ്യമൊക്കെ എനിക്ക് തോന്നുന്നത്. അനീഷ് കൃത്യമായി തൻ്റെ ചില ചിന്തകളും അതേപോലെ തന്നെ തനിക്ക് നേരിടേണ്ടി വന്ന കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. കൂടുതലും രാത്രി സമയങ്ങളിലാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് അനീഷ് പറയുന്നത്. ഇതൊക്കെ ഇത്തിരി കയ്യിൽ നിന്നിട്ട് പറഞ്ഞാണ്. സദാസമയം അറ്റാക്ക് ഉണ്ട്, പക്ഷേ രാത്രി സമയങ്ങളിൽ അറ്റാക്കിന് ഒരു തീവ്രത കൂടുതലുണ്ട്. ഒരാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത്, അനീഷ് എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ച എടുത്ത് പറഞ്ഞ കാര്യമാണ്, നേരത്തെ കിടക്കും, രാത്രി ഗോസിപ്പുകളിൽ ഭാഗമാവാറില്ല, ഒരു റുട്ടീൻ അന്വേഷണമുണ്ട്. അപ്പോൾ അയാൾ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ആ ഒരു സമയത്ത് അയാൾ ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ അനീഷിനെ അടിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, ലൈവിൽ കാണിക്കാത്ത അടിച്ച ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുകയുണ്ടായി. അതൊരു റിഫ്ലെക്സ് ആയിട്ട് ലാലേട്ടനോ ബാക്കിയുള്ള ആളുകളോ കൺസിഡർ ചെയ്യുന്നില്ല. അത് ദേശീയപ്രകടനമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ ലൈവിലുണ്ടായേനേയും അതേപോലെ തന്നെ വലിയ പ്രശ്നമായിട്ട് മാറുകയും ചെയ്തേനേയും. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞല്ലോ, ശരിയാണ്, നമ്മളങ്ങനെ ചിന്തിക്കും. ഞാൻ പറഞ്ഞ ആൾക്കാർ കുറ്റം പറയല്ല, ഇവിടെ നിന്നൊന്നും കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റത്തില്ല എന്ന്. പക്ഷേ മറ്റേ തല്ലിൻ്റെ കാര്യമൊക്കെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അവിടെ ആരും ചില എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്. ആ ഒരു എക്സ്പ്രഷൻ തൊട്ട് ആരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരെ എല്ലാം കറക്റ്റാണ്. ഈ ആദിലയുടെ ഇഷ്യൂവിൽ ആരും കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതേപോലെ അനീഷ് പറയുന്നത് വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണ് തനിക്കെതിരെ ഇങ്ങനെയുള്ളൊരു അറ്റാക്ക് തുടങ്ങിയത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടോ, വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷമാണോ അതോ അവരെ നോമിനേറ്റ് ചെയ്തതിന് ശേഷമാണോ? അപ്പോൾ ആ ഒരു സ്ഥലം പിടിച്ചതൊക്കെ അനീഷ് ഇങ്ങനെ മനസ്സിൽ വെക്കുന്നുണ്ട്. പക്ഷേ സ്ഥലത്ത് ഇങ്ങനെ അട്ടിയടുക്കി ഇരിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവിടെ നിന്നൊരു ചേഞ്ചിന് വേണ്ടി അവർ ആ ഒരു കസേരയിൽ നിന്ന് മാറ്റിയിരുന്നത്.
അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നന്വേഷിച്ച് വെറുപ്പിച്ച് പണ്ടാരെടുക്കാൻ വന്നേനെ. വരുമ്പം തന്നെ ഒരു കസേരയിലിരുന്ന് ഒരു പാത്രം ഉപയോഗിച്ച് ഒരു മൂലയ്ക്ക് ഇരുന്ന് ഒരേ ഡയലോഗ് അടിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ടായിരുന്നു അനീഷ് വിചാരിച്ചിരുന്നത്. ആ പിള്ളേരുണ്ടായിരുന്നുകൊണ്ട് അനീഷ് വേറെ എന്തോ ഒരു രീതിയിലേക്ക് പോയി. നിങ്ങൾക്ക് ഗുണമോ ദോഷമോ, പക്ഷേ കാണുന്ന പ്രേക്ഷകന് അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ദ മോസ്റ്റ് പ്രഷ്യസ് കണ്ടസ്റ്റൻറ്റ് ഓഫ് ബിഗ് ബോസ് സീസൺ 7 ആദില സംസാരിക്കുകയാണ്. ആദില ചേച്ചി ഇച്ചിരി സുപ്പീരിയറാണ്. ആദില ചേച്ചിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ ചൊറിയണത് വലിയ ഇഷ്ടമാണ്. ആദില ചേച്ചി ഇഷ്ടമുള്ള ആൾക്കാർ ഉപദ്രവിക്കും. അനീഷിനെ ഉപദ്രവിക്കുന്ന പോലെ ഉപദ്രവിക്കും. ഇടയ്ക്ക് തല്ലൊക്കെ കൊടുക്കും. നൂറ എങ്ങനെ തല്ല് കിട്ടിയാണോ ജീവിക്കുന്നത് എന്നുള്ളത് എന്തോ ആരും ചോദിച്ചില്ല. നൂറ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വന്നു. പെട്ടുപോയില്ലേ എന്ന് നൂറ പറഞ്ഞു. ആ പെട്ടുപോയതിനെ വേറെ ഒരു രീതിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കുറേയധികം ആളുകൾക്ക് ശ്രമിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ ഭാര്യയോട് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ കോമഡിയൊക്കെ അടിക്കാറുണ്ട്. അതൊക്കെ വിട്ടുകൾ, അത് വേറെ കാര്യം. പക്ഷേ ആദില ചേച്ചിയുടെ ഇഷ്ടപ്രകടനങ്ങൾ യോജിക്കാൻ പറ്റുന്ന ഇഷ്ടപ്രകടനങ്ങളൊന്നുമല്ല. എനിക്കിങ്ങനെ പറയുന്നത് നിങ്ങളെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഇവറ്റകൾ വൻ ശല്യമായിരിക്കും. എന്നിട്ട് ഇവറ്റകളോട് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് അയ്യോ ഞങ്ങൾ ഇഷ്ടം കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അനുമോൾ അവിടെ ന്യായീകരിച്ച് കേട്ടില്ലേ, എനിക്കതൊക്കെ ഇഷ്ടമാണ്, എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്, എന്തൊക്കെ വൃത്തികേട് കാണിച്ചാലും ഇഷ്ടം കൊണ്ടാണ്, കരുതൽ കൊണ്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആണുങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാളെ ടോക്സിക് എന്ന് നമ്മൾ മുദ്ര കുത്തും. പെണ്ണുങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തിനാണിത് ആസ്വദിക്കുന്നത്? കൃത്യമായിട്ടുള്ള ജെൻഡർ കാർഡാണ് അവിടെ അതിലെടുത്തിട്ടത്. ഇഷ്ടമുള്ളവരുടെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറി അവരതൊക്കെ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയണ്ടേ. നിങ്ങളുടെ ഇഷ്ടമോ ഇഷ്ടക്കേടോ ഒക്കെ പ്രകടിപ്പിക്കുന്ന സമയത്തും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എന്തൊക്കെ ഒരാൾക്കെതിരെ നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് ചെയ്താലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഉപദ്രവമാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ന്യായീകരിക്കാനായിട്ടുണ്ട്? അപ്പോൾ കുറേ എണ്ണം എഴുന്നേറ്റ് നിന്നിട്ട് അതിലെ ന്യായീകരിക്കുന്നു. നൂറ ഗതികെട്ട് നിൽക്കുകയാണ് അതിലെ ന്യായീകരിക്കുന്ന കാര്യത്തിൽ. എന്ത് ചെയ്യാം, വീക്കെൻഡ് എപ്പിസോഡല്ലേ, എതിർത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പക്ഷേ ലൈവ് കൃത്യമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം പല സാഹചര്യങ്ങളിലും പല ആക്റ്റുകളിലും നൂറ നമ്മളെക്കാളും മുന്നേ ആദിലയ്ക്ക് സ്റ്റോപ്പ് പറയുന്നുണ്ട്. അതിനൊക്കെ കറക്റ്റായിട്ട് ആദിലെ പ്രോത്സാഹിപ്പിച്ചു വിടും. എന്ത് വൃത്തികേട് കാണിക്കാൻ വേണ്ടിയും പ്രോത്സാഹിപ്പിച്ചു വിടും. ഷാനവാസ് ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കി നിൽക്കും. എന്നിട്ട് കളി ഇങ്ങനെ മുക്കണ സമയത്ത് അതിനകത്തേക്ക് ഇടയിലേക്ക് കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ നൂറ കൃത്യമായിട്ട് അവിടെ ഇടപെടും. മോശം സ്വഭാവമാണെന്ന് ചൂണ്ടിക്കാണിക്കും. പക്ഷേ അത് ചെയ്യരുതെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആദില ചെയ്യുന്നത് എന്താണ്? നൂറയെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കൊന്നും കണക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നൂറയെ മാനിപ്പുലേറ്റ് ചെയ്യും. അതങ്ങനെയാണ്, ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ അത് അങ്ങനെ പറഞ്ഞാൽ എന്താവും എന്ന് നിനക്കറിയാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കും. നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എന്നിട്ട് നൂറ എന്തോ പേടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തോ രീതിയിൽ അത് ഇവരുടെ ഈ ഒരു ആക്ടിനെ ഇങ്ങനെ പൊരുത്തപ്പെട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് നിർബന്ധിതയാവും. ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറാണ് എന്നുണ്ടെങ്കിൽ ഇത്രയധികം അവർ നോ പറഞ്ഞ് ഒരു ആക്ട് ചെയ്യുമോ? നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു ആക്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമോ? അനീഷിനോടുള്ള ദേഷ്യപ്രകടനങ്ങൾ അതിപ്പോൾ ഇഷ്ടപ്രകടനമാണെന്നുണ്ടെങ്കിൽ അത് ഓവറാണ്, അത് നിർത്തണമെന്ന് നൂറ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അതിലത് ചെയ്യുന്നില്ല. പിന്നെ എന്തുവാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവരുടെയൊക്കെ നാഥനാണ്, ഇവരുടെയൊക്കെ ആരോ ആണ്, ഇവരുടെയൊക്കെ ബിഗ് ബോസ് ആണെന്ന് എല്ലാ ആളുകളുടെ മുൻപിൽ ഇങ്ങനെ അറിയിക്കുന്ന അല്ലെങ്കിൽ പുറമേ നിന്ന് ആളുകൾ നോക്കിക്കാണുന്ന ഷാനവാസിക്കെ ലാലേട്ടൻ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ ഷാനവാസിക്ക പറയുന്നു അതിലെ അനീഷിൻ്റെ ഭാഗത്ത് രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. അനീഷിനെ കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ പറയാനായിട്ടാണ് ഷാനവാസിന് കൂടുതൽ ഒരു ത്വര. അനീഷ് ഭയങ്കര ഇറിറ്റേഷനാണ്. അവനിങ്ങനെ പറഞ്ഞ കാര്യം വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടല്ലേ അതിലേക്ക് ദേഷ്യം വരുന്നത്. അനീഷ് പിന്നെ എങ്ങനെ പറയണം? ക്യാപ്റ്റനായിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ പറയണം? അതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ പ്രിവിലേജ് ഉണ്ടോ? വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയണമായിരിക്കും, പ്രിയ അതിലേ വരൂ, വെസൽ കഴുകുന്നിടത്തേക്ക് വരൂ, നിങ്ങൾ പാത്രങ്ങൾ കഴുകൂ, നിങ്ങൾ കഴുകുന്നതിൽ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല, പക്ഷേ നിങ്ങൾ കഴുകില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ശ്രദ്ധിച്ചാലോ, നിങ്ങളിവിടുത്തെ പ്രധാനമായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് പാത്രം കഴുകി വേണമെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരെ ഒന്ന് സന്തോഷിപ്പിച്ചേക്കൂ. ഇങ്ങനെയൊക്കെ പറയണോ? അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. വന്ന് പാത്രം കഴുകിയിട്ട് പോകും എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കവിടെ പാത്രം അത്യാവശ്യമായിട്ട് വേണ്ടതാണെന്നുണ്ടെങ്കിൽ പലതവണ പറയാനായിട്ട് ആവുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ പറയാം. അവർക്ക് ദേഷ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗെയിം പോയെന്നങ്ങ് വിചാരിച്ചാൽ മതി. അപ്പോഴത്തേക്ക് അവിടെ പുതപ്പൊക്കെ വലിച്ചെറിയുന്ന ആദിലയുടെ പ്രകടനം നമ്മൾ കണ്ടതാണ്. ആരെങ്കിലും അത് കണ്ടിട്ട് വോട്ട് കൊടുക്കും? ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെ ഗെയിം മുന്നോട്ടേക്ക് പോട്ടെ. അപ്പോൾ ഷാനവാസ് അങ്ങനെ സംസാരിക്കുകയാണ്. ആദില അങ്ങനെയാണ്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, ഇക്കയോടും എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി ഷാനവാസ് അവിടെ നിന്ന് ഇവിടെ നിന്ന് എന്തോ ഒരു അഭിപ്രായം കാണിക്കുകയാണ്. അപ്പോൾ ആ ഒരു കോയിന് ഷാനവാസ് കൈവശം വെച്ചതിനെ കുറിച്ചിട്ടും അതിലെടുത്തതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ചർച്ച അവിടെ നടക്കുകയാണ്. ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് അന്വേഷിച്ച് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ലാലേട്ടൻ അതിനെക്കുറിച്ചിട്ട് വേറെ ഒരു രീതിയിൽ എന്തോ ഫിലോസഫിക്കലായിട്ടുള്ള ഒരു അപ്രോച്ചൊക്കെ അവിടെ നടത്തുന്നു. വലിയ കാര്യമായിട്ടുള്ളൊരു ഡിസ്കഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അനീഷിനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തളച്ചിടുക എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഉദ്ദേശം.
അനീഷിൻ്റെ ഗെയിമിനെ നിർവീര്യമാക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് ആദിലയും ഷാനവാസും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഷാനവാസ് അതിലൂടെ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാക്കുമായിരിക്കും, ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അക്ബർ ഡൗൺ ആയതുകൊണ്ട് കമ്മ്യൂണിറ്റി വോട്ടുകൾ എന്താണെങ്കിലും ഷാനവാസിന് കിട്ടും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി വോട്ടുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് ഗുണകരമാവും. ആദിലയ്ക്ക് അതില്ല, അതിലെ മൊത്തത്തിൽ നെഗറ്റീവിലേക്ക് പോകും. എന്നാൽ നൂറയ്ക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആദിലയുടെ ഈ ഒരു നെഗറ്റീവ് കാരണം കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നൂറയ്ക്ക് ഒരു ഗെയിമും കളിക്കണ്ട, ആദിലെ ഇങ്ങനെ ഉപദേശിച്ച് സൈഡിൽ നിന്നാൽ മതി. എടി അങ്ങനെ ചെയ്യരുതേ, അങ്ങനെ ചെയ്യരുത് ബേബി, അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ തന്നെ നൂറയ്ക്ക് ഗുണം കിട്ടും, വേറെ ആരും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നൂറ ഇത്തിരി സോഫ്റ്റായിട്ട് പറഞ്ഞാൽ ആളുകളൊന്നും വിചാരിക്കത്തില്ല. ഇപ്പം ആദിലോട് വേറെ ആരെങ്കിലുമൊക്കെ സോഫ്റ്റായിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഗുണം കിട്ടില്ല, പക്ഷേ നൂറയ്ക്ക് ഈസി ആയിട്ട് ഗുണം കിട്ടും. അപ്പോൾ അനുമോൾ ആദിലെ സപ്പോർട്ട് ചെയ്യുകയാണ്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് ആദില, എനിക്കത് ഇഷ്ടമാണ്. സ്നേഹമുള്ളിടത്ത് ഇറിറ്റേഷൻ ഉണ്ടാവുള്ളൂ. എന്നിട്ട് കഴിഞ്ഞ ദിവസം മറ്റേ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി ആ ചങ്ങായി വന്ന സമയത്ത് അത്ര വലിയ സന്തോഷമൊന്നും കണ്ടില്ലല്ലോ. അദ്ദേഹം ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് രണ്ടാമത് ഷെയ്ക്ക് ഹാൻഡ് തരാൻ വേണ്ടി വന്നത്. വാങ്ങിക്കൂടായിരുന്നോ? അപ്പോൾ ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ മാങ്ങാമ്പറി ചെളിക്കൂത്തല്ല, മാങ്ങാനും മാങ്ങാണ്ടി ആയി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനും ഒരു ഗെയിമും ഒക്കെ അവിടെ നടന്നു. ആരും കഴിഞ്ഞ ദിവസം ഹൗസിൽ ഒരു മീനിങ് കോമഡി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല, അക്ബറാണ് ആ ഒരു കോമഡി കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു ഡിസ്കഷനാണ്. മാങ്ങയാണോ മാങ്ങാണ്ടിയാണോ അവിടെ ഉണ്ടായത് എന്നുള്ളൊരു ഡിസ്കഷൻ. ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ പറയുന്നില്ല. പിന്നെ ചെമ്മീൻ ഡയലോഗ്, ചെമ്മീനിലെ ഷീലാമ്മയുടെ ഡയലോഗൊക്കെ പറയുന്ന ഒരു ചെറിയ ടാസ്ക് ഉണ്ടായിരുന്നു. പിന്നെ സീരിയൽ പ്രൊമോഷനിൽ ആര്യൻ്റെ സൂചി കാണാതായതിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആരെടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പല ആളുകളും ആ ഒരു ഡയലോഗൊക്കെ പറയുന്നുണ്ട്. ഇതിനുശേഷം എവിക്ഷൻ നടപടികളിലേക്ക് പോവുകയാണ്. നോമിനേറ്റഡ് ആയിട്ടുള്ള ആളുകളെയൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ ഒരു കാർഡ് ഇങ്ങനെ ലാലേട്ടൻ കാണിക്കുന്നു, പക്ഷേ ആ കാർഡ് എംപ്റ്റി ആണ്. സ്പൈക്കൂഡിനെ ഒന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? സ്പൈക്കൂഡിന് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു ഗസ്റ്റ് റോളെങ്കിലും കൊടുക്കണ്ടേ ഓരോ എപ്പിസോഡിലും? അത് പ്രൊമോഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നല്ല ഭംഗിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. സ്പൈക്കൂട്ടൻ ആ ഒരു കാർഡ് ലാലേട്ടന് കൊടുക്കാതെ നേരെ ഹൗസിൽ കൊണ്ടേ കൊടുത്തു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആർക്കെങ്കിലും ആ ഒരു കാർഡ് എടുത്ത് വായിക്കാമെന്നുള്ളത്. നവിൻ ചാടി എഴുന്നേറ്റ് കാർഡ് എടുത്തു. നവിൻ്റെ മെഴുകൽ അറിയാമല്ലോ, വീക്കെൻഡ് എപ്പിസോഡുകളിൽ എസ്പെഷ്യലി നമ്മളുടെ തൊലി വെച്ച് കളയുന്ന തരത്തിലേക്കുള്ള മെഴുകിൽ നെവിൻ അവിടെ കിടന്ന് മെഴുകും. അങ്ങനെ നെവിൻ കാർഡ് എടുക്കുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ആർക്കാണത് കൊടുക്കാനായിട്ട് ആഗ്രഹം? അപ്പോൾ വായിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്. ഇത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നെവിൻ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത്, ഒരു പരിഭ്രമം ഉണ്ടായി. അപ്പോൾ നെവിൻ അത് ജിഷിന് കൊടുക്കുകയാണ്. ജിഷിൻ അത് വായിക്കുന്നു. ജിഷിൻ എവിക്റ്റഡ്. ജിഷിൻ കയ്യിലുണ്ടായിരുന്ന ചോക്ലേറ്റ് ആളുകൾക്കൊക്കെ കൊടുത്ത് മധുരം കഴിച്ച് എല്ലാവരോടും പിരിയാമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷകരമായിട്ട് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ലാലേട്ടൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ബിഗ് ബോസ് ഹൗസിൻ്റെ ആ ഒരു സ്റ്റേയെ കുറിച്ചിട്ടും അവിടെയുള്ള ആ ഒരു ഡിഫറെൻറ്റ് ഫീലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു. ആദ്യം വന്നപ്പോൾ വളരെ അഗ്രസീവായിരുന്നു, ഇപ്പോൾ നല്ല ചേഞ്ച് വന്നു. തൻ്റെ പേഴ്സണാലിറ്റിക്ക് ഇത് ഒത്തിരി ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ജിഷിൻ അവിടെ പറഞ്ഞു തരുന്നത്. ഇതിനുശേഷം BB അവാർഡുകളുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് രസമുള്ളൊരു പരിപാടിയായിരുന്നു. എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, കാണാത്ത ആളുകളൊന്ന് കണ്ട് നോക്കുക, രസം ഉണ്ടായിരുന്നത്. പറയുമ്പോൾ അതിനകത്ത് അത്ര ഫണ്ണൊന്നുമില്ല, പക്ഷേ അതിനകത്ത് രസമായിട്ട് തോന്നിയത് അത് അന്ന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അനുമോൾ ഒരു കോളം ഫില്ല് ചെയ്തില്ല, BB അവാർഡുകൾക്ക് വേണ്ടിയുള്ള ഒരു കോളം ഫില്ല് ചെയ്തില്ല. ആളുകൾക്ക് എന്നൊക്കെ അവാർഡ് കൊടുക്കണമെന്ന് ചോദിച്ചപ്പോൾ ഈ ചൂലെടുത്ത് ആളുകൾ കണ്ടാൽ തല്ലി ഓടിക്കുന്ന ആൾ എന്നുള്ളിടത്ത് അനുമോൾ ആരെയും ആഡ് ചെയ്തില്ല. അനുമോൾ അവിടെ കുടുംബ പ്രേക്ഷക ഗെയിം ഇറക്കി. ശരിയാണല്ലോ, കുടുംബ പ്രേക്ഷകർ കാണുമ്പോൾ ഞാനൊരു പാവം കുട്ടി, സൽസ്വഭാവി, ഞാൻ അങ്ങനെ ഒരാളെ ചൂലെടുത്തിട്ട് അടിക്കണമെന്നൊക്കെ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അനാവശ്യ സാധനം അവിടെ ഇട്ടു. അപ്പോൾ ലാലേട്ടൻ അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്തു. ഇതൊരു ഗെയിമാണ്, ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി കാണുക, നിങ്ങൾക്ക് അങ്ങനെ ഒരു ടാസ്ക് തന്നു, നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ്. ഈ ആളുകളെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പുതപ്പിനടിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുവന്ന് എക്സ്റേ കണ്ണ് വെച്ചിട്ട് കണ്ടിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ആളല്ലേ. അപ്പോൾ വെറുതെ ഈ ഒരു ഗെയിമൊക്കെ കളിക്കായിരുന്നു. പിന്നെ കുടുംബ പ്രേക്ഷക കാർഡൊക്കെ എടുത്തിട്ടേണ്ട ആവശ്യം എന്താണ്? എന്തൊരു ഉടായ്പൊക്കെയാണ്. അനീഷിനാണ് 4 അവാർഡുകൾ കിട്ടിയത്. ഉദ്ഘാടനത്തിന് വിളിക്കാത്ത ആളെന്നുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പല വിരുദ്ധ അവാർഡുകളും അനീഷിനുണ്ടായിരുന്നു. എന്നാൽ ഹൗസിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടാവാനായിട്ടുള്ള ആളായിട്ടും അനീഷിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു മിസ് മാച്ചിനെ കുറിച്ചിട്ട് എല്ലാവരും ചോദിക്കുന്നു. പിന്നെ BB ട്രെയിനിങ് അക്കാഡമിയെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നു അനീഷ് ബിഗ് ബ്രദർ UK അടക്കം കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, അതേപോലെ തന്നെ ലീവ് എടുത്ത് ഗെയിം പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് അനീഷ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നത്. ജിസേലിന് ഫാഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് കിട്ടിയത്. ലക്ഷ്മിയാണ് ചൂലെടുത്തിട്ട് ആളുകൾ ഓടിക്കണം എന്നുള്ള രീതിയിൽ ആളുകൾ പറഞ്ഞ ഒരാൾ. പിന്നെ ആരും മൈൻഡാക്കാത്ത ഒരു കണ്ടസ്റ്റൻ്റായിട്ടും ലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. എല്ലാ ആളുകളെ കുറിച്ചിട്ടും അവർക്ക് കിട്ടിയ അവാർഡുകളെ കുറിച്ചിട്ടും അവിടെ സംസാരിക്കുന്നുണ്ട്. അക്ബറിൻ്റെയും മോനിലിൻ്റെയും അക്ബറിൻ്റെ മഞ്ഞപ്പത്രം അതിനെക്കുറിച്ചിട്ടൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം എവിക്ഷൻ നടപടികളിലേക്ക് കടക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു എവിക്ഷൻ പരിപാടിയൊക്കെ തന്നെ ആയിരുന്നുണ്ടായിരുന്നത്. മുന്നിൽ ഇങ്ങനെ പെട്ടികളുണ്ട്. ആ ഒരു പെട്ടികളിൽ കൂടെ നടക്കുന്ന സമയത്ത് പെട്ടി പൊട്ടി താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മുന്നേക്കെ എവിക്റ്റഡ് ആയിരുന്നു. ഈ തവണ വ്യത്യസ്തതയുണ്ട്. പെട്ടി പൊട്ടി താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ സേവ്ഡ്. അല്ലാതെ ഇങ്ങനെ പെട്ടിയിൽ കൂടെ സുഖമായിട്ട് നടന്നു പോകാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ, കാർഡ്ബോർഡ് ബോക്സസ് ആണ്, നടന്നു പോകാൻ പറ്റുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ എവിക്റ്റഡ്. അങ്ങനെ നമ്മുടെ
അഭിലാഷ് എവിക്റ്റഡ് ആവുകയാണ്. ആളുകളൊക്കെ അങ്ങ് അന്തിച്ചു പോയി അഭിലാഷ് എവിക്റ്റഡ് ആയ സമയത്ത്. ആദ്യം സേവ് ആയത് ജിസേലാണ്, ദെൻ ആദില, ദെൻ അക്ബർ, സാബുമാൻ സേവായി, അഭിലാഷ് അങ്ങനെ എവിക്റ്റഡായി. ബിഗ് ബോസ് ചരിത്രത്തിൽ നമ്മൾ അധികം കാണാത്ത തരത്തിലേക്കുള്ള കോരി ചൊരിയുന്ന മഴയും കൊടുങ്കാറ്റും അകമ്പടി സേവിച്ചു നമ്മുടെ അഭിലാഷ് ഹൗസിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത്. എല്ലാ ആളുകളും കൂടെ നിന്നൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അഭിലാഷ് അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അക്ബർ പറയുന്നു സീസൺ 7 സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻ്റ് ആണ് പോയത്. അതേപോലെ അക്ബറും ഒനീലും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. സാബുമോൻ, ആദില, നൂറ, ലക്ഷ്മി എന്നിവരൊക്കെ ഇവിടെ ഉണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അഭിലാഷ് പോയി? ഇപ്പോൾ ലാലട്ടൻ വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അക്ബർ ആ ഒരു കാര്യം പറഞ്ഞത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റുകൾക്കും, നമ്മളകത്തിരുന്ന് പറയുന്ന ഒരു ജഡ്ജ്മെൻറ്റുകൾക്കും അല്ലെങ്കിൽ ആളുകളിൽ ഒരു ജഡ്ജ്മെൻറ്റുകൾക്കും സ്ഥാനമില്ല. പ്രേക്ഷകരാണ് ഇവിടെ ഡിസിഷൻ എടുക്കുന്നത്. നമ്മളിങ്ങനെ കുത്തിയിരുന്ന എപ്പിസോഡും ലൈവും റിവ്യൂ ഒക്കെ കാണുന്ന ആളുകളാണ്. നമ്മൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഓരോ ആഴ്ചയും ആര് പോകുക എന്നുള്ളത്? അപ്പോൾ പ്രേക്ഷകരാണ് ഇത് തീരുമാനിക്കുന്നത്. അതിൽ വൈകിട്ട് ടി വി കാണുന്ന പ്രേക്ഷകരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഒരു വോട്ട് കൊടുക്കുന്നതായിരിക്കും. പ്ലാൻ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ക്യാമ്പയിനുകൾ നടത്തുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ പല രീതികൾ ഇതിനകത്തുണ്ട്. അങ്ങനെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്ന് കുടുംബ പ്രേക്ഷകർക്കുള്ള വിരുന്ന്, മറ്റേ അവരുടെ ഫാമിലി വരുന്ന പരിപാടിയല്ല കേട്ടോ, അനുമോളുടെ വക കുടുംബ പ്രേക്ഷകർക്കുള്ള വിരുന്നുണ്ട്. അനുമോൾ കൃത്യമായിട്ടുള്ള ചില പ്ലാനിങ്ങുകളൊക്കെ ലവ് എന്ന് പറയുന്ന കാര്യത്തിനെതിരെ ഇറക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആനിമോൾക്ക് ആരോ തേച്ചിട്ട് പോയതിൻ്റെ എന്തോ നിരാശ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും ആരും അങ്ങോട്ട് അടുത്തിരിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും കാണാനായിട്ട് പാടില്ല. അനുമോൾ ഈ എക്സ്ട്രാ ഉള്ള ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റുന്ന ഒരു കളി അങ്ങോട്ട് കളിച്ചിട്ടുണ്ട്. ബ്ലാങ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് തീരെ അങ്ങോട്ട് പറ്റില്ല. ബ്ലാങ്കറ്റുകളിൽ പലതും നടക്കും. അപ്പോൾ ബ്ലാങ്കറ്റ് കംപ്ലീറ്റ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കാഴ്ചകളൊക്കെ കാണാമല്ലോ എന്നുള്ളതാണ് അനുമോൾ ഉദ്ദേശിക്കുന്നത്. ആളുകൾ എക്സ്ട്രാ ബ്ലാങ്കറ്റ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പേടി തോന്നേണ്ടത് അനുമോൾക്കാണ്. കാര്യങ്ങളൊന്നും അങ്ങ് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ ചോദിച്ചാലോ 2 ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബ്ലാങ്കറ്റുകൾ കംപ്ലീറ്റായിട്ട് അവിടെ ഒഴിവാക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അനുമോളാണ് അതിൻ്റെ മുന്നിൽ. ജിസേൽ ചോദ്യം ചെയ്യുന്നുണ്ട് ആരും തൻ്റെ എക്സ്ട്രാ ബ്ലാങ്കറ്റ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗെയിമാണ്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇങ്ങനെ CID പണിയായിട്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? ശരിയാണ്. അപ്പോൾ അനുമോൾ അതിനൊരു വളിച്ച ചിരിയിൽ മറുപടി ഒക്കെ കൊടുക്കുന്നു. അല്ല ഞാൻ ഇവിടെ കിടന്നോളാം. അപ്പോൾ ഷാനവാസ് പറയുന്നത് നിനക്ക് അപ്പുറത്ത് പോയി കിടന്നാൽ പോരെ. അപ്പുറത്ത് പോയി കിടന്നു കഴിഞ്ഞാൽ ഇതൊന്നും റെക്കോർഡ് ചെയ്യാനായിട്ടോ കാണാനായിട്ടോ ഒന്നും പറ്റത്തില്ലല്ലോ അല്ലേ. ഇതൊക്കെയാണ് കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി അനുമോൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. മറ്റേ ചൂല് കൊണ്ട് തല്ലി ഓടിക്കുന്ന ആരാണ്? ഞാൻ ടിക്ക് കൊടുക്കില്ല. കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയുള്ള ഐറ്റം ഇതല്ലേ. ശൂന്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം കൊടുക്കത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് പുതപ്പിലെ പരിപാടികൾ എന്ന് പറയുന്ന സംഭവമാണ് അനുമോളുടെ ഐറ്റം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.